ഭൂമിയെ കീഴടക്കാനായി വന്ന ഏലിയൻസ് തന്നെ ഇവിടുത്തെ മനുഷ്യന്മാരുടെ പരസ്പര സ്നേഹമെല്ലാം കണ്ട് ഇവിടെ തന്നെ അങ്ങ് കൂടിയ രസകരമായിട്ടുള്ള കഥ പറയുന്ന ചിത്രം. അപ്പോൾ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബും വീഡിയോ ലൈക്കും ചെയ്ത് കാത്തിരിക്കൂ. നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയുടെ പേരാണ് മ്യാവു. ലെറ്റ്സ് സ്റ്റാർട്ട്. ഭൂമിയെ പോലെ ഗാലക്സിയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഗ്രഹമായിരുന്നു മ്യാവു. പൂച്ചകളെ പോലെ തോന്നിപ്പിക്കുന്ന ജീവികളാണ് അവിടുത്തെ വാസികൾ. അങ്ങനെ അവിടുത്തെ ഒരു രാജാവുണ്ട്, പൂച്ച രാജാവ് എന്ന് പറയാം. ഈ പൂച്ച രാജാവ് അവിടുത്തെ കുറച്ച് പൂച്ചകളെ ഭൂമിയിലേക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ അയക്കുകയുണ്ടായി. എന്നാൽ മനുഷ്യന്മാരെ ആ പൂച്ചകളെ സ്നേഹിച്ച് വശത്താക്കിയതോട് കൂടിയിട്ട് കീഴടക്കാൻ പോയിട്ടുള്ള ആ പൂച്ചകളെല്ലാം അവിടെ അങ്ങ് കൂടി. 1000 വർഷങ്ങൾക്ക് ശേഷം ഈ പൂച്ച രാജാവ് പുഡിംഗ് എന്ന് പേരുള്ള വലിയൊരു യോദ്ധാവിനെ ഭൂമിയെ കീഴടക്കാനായിട്ട് ഇവിടേക്ക് അയക്കുവാണ്. ഇവന്റെ കയ്യില് ഒരു പ്രത്യേക തരത്തിലെ ഉപകരണമുണ്ട്. അതാണ് പുഡിങ്ങിന് ശക്തി നൽകുന്നത്. ഇവൻ എല്ലാ തരത്തിലുള്ള പവർ വേണമെങ്കിലും ഈ ഒരു ഉപകരണം കയ്യിൽ വേണം. അങ്ങനെ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തപ്പെട്ട ആ പൂച്ചകളെ തിരിച്ചു കൊണ്ടുവരാനും ഭൂമിയെ കീഴടക്കാനുമായിട്ട് നിനക്ക് സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് രാജാവ് ഇവനെ വിടുന്നത്. ഭൂമിയിലെ കാര്യം നോക്കുവാണെങ്കിൽ പണ്ടത്തെ നല്ല അടിപൊളി ഒരു ഫുട്ബോൾ സ്റ്റാർ ആയിരുന്നു സൗലങ്. അപ്പോ പുള്ളിയുടെ ആ ഒരു വിജ്ഞാനമെല്ലാം കണ്ടുകൊണ്ട് എന്ത് ചെയ്തു, ഇപ്രാവശ്യത്തെ ഫുട്ബോളിനെ നമ്മളിങ്ങനെ റിവ്യൂ ചെയ്യുമല്ലോ, അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജഡ്ജിനായിട്ട് നമ്മുടെ സൗലങ്ങിനെ വിളിക്കുകയാണ്. പക്ഷെ ഇയാളുടെ ജഡ്ജ്മെന്റ് പോരാ എന്ന് പറഞ്ഞ് ആ കമ്പനിക്കാർ തന്നെ പുള്ളി എടുത്ത് പുറത്താക്കി. ഇയാളുടെ ഭാര്യയെ നോക്കുവാണെങ്കിൽ പേര് ലൗചു എന്നാണ്. ആളാണെങ്കിൽ പരസ്യ കമ്പനിക്കാർക്ക് വേണ്ടിയിട്ട് ആഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മോഡലാണ്. പക്ഷേ കണ്ണി കണ്ട പൊട്ട പരസ്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ലൈജുവിനെ ആരും തന്നെ വീഡിയോ എടുക്കാൻ വിളിക്കാറില്ല. അതുകൊണ്ട് പുള്ളിക്കാരി വീട്ടിലെ മക്കളുടെയും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്. ഇവരുടെ മൂത്ത മകനാണ് യൗചോ. യൗചോ ആണെങ്കിൽ അവന് ഫിലിം ഡയറക്ടർ ആവാനായിട്ട് വലിയ ആഗ്രഹമുള്ളത് കൊണ്ട് ഇപ്പൊ തന്നെ ഒരു ക്യാമറയും തൂക്കി ഇങ്ങനെ നടക്കും, ഓരോരോ വിഷ്വൽസ് കളക്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ പോലീസിൽ വരെ പിടി വീണിട്ടുണ്ട് ആൾക്ക്. പിന്നെ ഇവരുടെ ഇളയ മകളായിരുന്നു യൗയോ. യൗയോ ആണെങ്കിൽ കാലിന് വയ്യാത്ത കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ കുട്ടികളെ പോലെ അവളെ ആരും കാണാറില്ല. പ്രത്യേകിച്ച് അവളെ പീട്ടിക്ക് വിട്ടാലൊക്കെ അവിടുത്തെ ടീച്ചർ ഇവളെ കളിക്കാനായി വിടില്ല. ടീച്ചർക്ക് ഇവളെ വലിയ ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ ബാക്കി കുട്ടികൾക്കാവട്ടെ അയ്യേ ഇവള് മൊടന്തിയ എന്നും പറഞ്ഞിട്ട് എല്ലാവരും അവളെ കളിയാക്കും. പാവം നമ്മുടെ യൗയവനാവട്ടെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടാൻ വലിയ ആഗ്രഹമാണ്. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് അവള് നേരെ പോകുന്നത് ഒരു പാർക്കിൽ അങ്ങനെ കിടക്കാനാണ്. ഇതേ സമയത്താണ് നമ്മുടെ പുഡിംഗ് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിലെ അറ്റ്മോസ്ഫിയർ അങ്ങ് കടന്നതും ഒരു ഇടിമിന്നൽ കൊണ്ട് പുള്ളിയുടെ ഈ ഒരു സ്പേസ് ഷിപ്പ് ആകെ തകരാറിലായി. പോരാത്തതിന് പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന ആ പവർ സോഴ്സ് എവിടെയോ തെറിച്ചു വീണു. ഇവൻ വീഴുന്നത് ഒരു കൊടും കാട്ടിലാണ്. എവിടെയാണെന്നൊന്നും ഒരു ഐഡിയയും ഇല്ലാതെ അവൻ അങ്ങനെ നടക്കുന്നു. ഇന്നേരത്ത് നമ്മുടെ സൗലങ്ങിനെ അവന്റെ ബോസ് വിളിക്കുന്നുണ്ട്. അതായത് പുള്ളിക്കാരന് കുറെ പരിപാടികളും അതുപോലെ ഫുട്ബോൾ ടീമിനെ നമ്മുടെ സൗലങ് കളിച്ചിരുന്ന ഫുട്ബോൾ ടീമിലെ ഓണറൊക്കെ ആയിരുന്നു. അപ്പൊ പുള്ളി വിളിച്ചിട്ട് ഞാനും എന്റെ ഗേൾഫ്രണ്ടും കൂടി ഒരു ട്രിപ്പ് പോവാ. ഗേൾഫ്രണ്ടിന് ഒരു പൂച്ചയുണ്ട്, ഞങ്ങൾ പോയി വരുന്നത് വരെ നിനക്ക് തൽക്കാലത്തേക്ക് ആ പൂച്ചയെ നോക്കാൻ പറ്റുമോ? അതിന് അത്യാവശ്യം പൈസയൊക്കെ തരാം എന്നാണ് സൗലങ്ങിനോട് അയാൾ വിളിച്ചു പറയുന്നത്. പൈസ കിട്ടുമെന്ന് കേട്ടപ്പോൾ 4 കാലിൽ നമ്മുടെ സൗലങ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ശേഷം വീട്ടിലേക്ക് വന്ന് ഭാര്യയോടും ഇക്കാര്യം പറയാണ്. ഓ നമ്മുടെ ചെലവിന് പോലും ഇവിടെ പൈസ ഇല്ല, എന്നിട്ടല്ല ഒരു പൂച്ച ഉണ്ടാക്കുന്നേ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഈ സമയത്ത് പുഡിംഗ് ആവട്ടെ നടന്ന് സിറ്റി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ തന്റെ ആ പവർ സോഴ്സ് വീണത് എവിടെയാണെന്നൊക്കെ നോക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കയ്യിലില്ലാതെ അവനൊന്നും മര്യാദയ്ക്ക് ചാടാൻ കൂടി പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുകയാണ്. ഇന്നേരത്ത് സൗലങ്ങിനെ കാണാനായിട്ട് ആ ബോസ് വന്നിരിക്കുകയാണ്. എന്റെ കാറിന്റെ പിറകിൽ ആ പൂച്ച ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇവിടെ പുഡിങ്ങിനാവട്ടെ ഒരു ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിലെ ഏതെങ്കിലും ജീവിയുടെ രൂപം സ്വീകരിച്ചില്ലെങ്കിൽ അവൻ അങ്ങനെ അലിഞ്ഞു തീരും. അങ്ങനെ അവിടെ കണ്ട ആ പൂച്ചയുടെ രൂപത്തിലേക്ക് നമ്മുടെ പുഡിംഗ് മാറുകയാണ്. അങ്ങനെ ആ രൂപം സ്വീകരിച്ചപ്പോൾ അവന്റെ പേര് സെയ്സൈ എന്നായിട്ട് മാറുന്നുണ്ട്. പൂച്ചയാവട്ടെ ഇതിനെ കണ്ടപ്പോൾ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. സൗലങ്ങിനോട് ബോസ് പറഞ്ഞു, എന്നാ നീ പിറകിലുള്ള പൂച്ച എടുത്തോ, ഞാൻ പോട്ടെ എന്ന്. നോക്കുമ്പോ പിറകിൽ നിന്നിരുന്നത് ഒരു യമണ്ടൻ പൂച്ചയാണ്, അതായത് സെയ്സൈ ആണ്. ഇതായിരിക്കാം ബോസിന്റെ പൂച്ച എന്ന് കരുതിയിട്ട് നമ്മുടെ സൗലങ് സെയ്സയും വിളിച്ചോണ്ട് നേരെ വീട്ടിലേക്ക് വന്നു. ഇവന്റെ രൂപം കണ്ടപ്പോ തന്നെ ഇവിടെ എല്ലാവരും ആകെ മൊത്തം ഷോക്കായിട്ട് ഇരിക്കുകയാണ്. യൗചുവിനാവട്ടെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു കണ്ടന്റ് നോക്കി ഇരിക്കുകയായിരുന്നു. ലൈച്ചു ഇതിനെ കണ്ടപ്പോ തന്നെ അവന് ഇടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. ഇത് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൗചു. എന്നാ യൗയവിന് നേരെ തിരിച്ചായിരുന്നു. ഇതിനെ കണ്ടപ്പോ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്
അവള് നമ്മുടെ സൈസയെ പോയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഞാനൊരു സുഹൃത്തിന് വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ എന്നൊക്കെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവള് പറയാണ്. അന്ന് രാത്രി തന്നെ ഈ ഭൂമിയിലുള്ള മറ്റ് ഏജൻസിന് സൈസൈ ഒരു വിവരം കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒത്തുകൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ ഗ്രഹത്തിന് വേണ്ടി ഈ ഭൂമിയെ കീഴടക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ നിനക്ക് ചുമ്മാ തോന്നുന്നതാ, നീ ഇന്നിങ്ങ് വന്ന് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇവിടുത്തെ മനുഷ്യന്മാരുണ്ടല്ലോ, നമ്മൾ സ്നേഹിക്കുന്നത് നീ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഒരു യുദ്ധത്തിനും പോവാൻ തോന്നില്ല, ഇവിടെ തന്നെ അങ്ങ് കൂടാൻ തോന്നും എന്നൊക്കെ പറയാണ് ബാക്കി പൂച്ചകള്. നിങ്ങളുടെ ആരുടെയും സഹായം ഇല്ലാതെ ഈ ഭൂമിയെ കീഴടക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യുമെന്ന് സൈസൈ പറയുന്നു. ആദ്യം തന്നെ ഈ മനുഷ്യന്മാരെ കൊല്ലണം, ആദ്യം തന്നെ കുടുംബത്തെ കൊല്ലണം. അങ്ങനെ ഇവൻ ഒരു കത്തി എടുത്തോണ്ട് രാത്രി സൗലങ്ങിന്റെയും ലൗച്ചുവിന്റെയും റൂമിലേക്ക് കടന്നപ്പോൾ അവളൊരു സോംബി കണക്ക് ഇവനെ പിടിക്കാനായി വന്നതും സൈസൈ പിറകിലോട്ടോടി മുകളിൽ നിന്ന് താഴേക്ക് മറിഞ്ഞു വീണു. അപ്പോഴാണ് നമ്മുടെ ലൗച്ചുവിന് രാത്രി എഴുന്നേറ്റ് നടക്കുന്ന ഒരു ശീലം ഉണ്ടെന്നും അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി നമ്മുടെ സൗലങ് അവളെ ഒരു കയറിൽ കെട്ടിവെച്ചേക്കുവാണെന്നൊക്കെ മനസ്സിലാവുന്നത്. അവര് പോണെങ്കിൽ പോട്ടെ എന്ന് കരുതി ഇവൻ നേരെ യൗച്ചുവിന്റെ റൂമിലേക്ക് പോയപ്പോഴും അവിടെ ആണെങ്കിൽ അവൻ തോക്ക് വെച്ച് ഇവനെ വെടിവെച്ചു. അതായത് അമ്മ വന്ന് വിളിക്കുമ്പോൾ വെടിവെക്കാൻ വേണ്ടി വെച്ചിരുന്ന കോപ്പായിരുന്നു അത് നമ്മുടെ സൈസൈക്കാണ് കൊണ്ടത്. അതും ചീറ്റിപ്പോയി. ഇനി ആ മറ്റേ പെണ്ണുണ്ടല്ലോ, പെണ്ണിന്റെ റൂമിലേക്ക് കടക്ക എന്നും പറഞ്ഞ് ഇവൻ വേഗം യൗയവിന്റെ റൂമിലേക്ക് കടന്നതും പാവം പോലെ ചിരിച്ചോണ്ട് ഉറങ്ങുന്ന യൗയവിനെ കണ്ട് ഒന്നും ചെയ്യാനായി സൈസൈക്ക് തോന്നിയില്ല. അവൻ എന്ത് ചെയ്തു, അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ സൗലങ് സൈസൈക്ക് ഫുഡ് കൊടുക്കാനായി പോകുന്നുണ്ട്. ഒരു ചട്ടി ന്യൂഡിൽസ് അത് മുഴുവൻ അങ്ങേരുടെ തലയിൽ കമിഴ്ത്തിയിട്ട് സൈസൈ ഭയങ്കര ചിരിയാണ്. രാവിലെ തന്നെ എല്ലാവരും അവരവരുടെ ജോലിക്കായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ തുടങ്ങിയതാണ് സൈസൈ വീട് മുഴുവനായിട്ട് അവന്റെ ആ കാണാതെ പോയ മാജിക് സാധനം തപ്പാനും തിരയാനും തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ വീട് ആകെ മൊത്തം നശിപ്പിച്ച് വെച്ചേക്കാണ്. ഇത് തിരിച്ചു വന്നപ്പോ കണ്ട ലൈച്ചുവിന് ദേഷ്യം പിടിച്ചിട്ട് സൈസൈ അടിക്കാനായി പോയതും സൗലങ് എന്ത് ചെയ്തു, ലൗച്ചുവിന് ഒരു കിസ് കൊടുത്തു. എന്നിട്ട് ആ വീട്ടുകാരെല്ലാവരും കൂടി വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നാളുകൾക്ക് മുൻപ് കാണാതായി പോയ ലൈച്ചുവിന്റെ അമ്മൂമ്മയുടെ ബ്രേസ്ലെറ്റ് വരെ അപ്പൊ കിട്ടുന്നുണ്ട്. ഇതൊക്കെ നിന്റെ കാരണ നടന്നേ എന്ന് പറഞ്ഞ് സൈസൈയെ ഓമനിക്കാണ് നമ്മുടെ ലൗച്ച് ചെയ്യുന്നത്. ശരിക്കും അവിടെ എന്താണ് അവൻ പ്ലാൻ ചെയ്തത്, അവിടെ നടന്നത് എന്താണ് അല്ലെ? അങ്ങനെ അന്ന് തൊട്ട് സൈസൈയെ ആ കുടുംബം നല്ല രീതിയിൽ നോക്കാൻ തുടങ്ങി. സൈസൈ ആവട്ടെ ഇവർക്ക് അപകടം വരുത്തിക്കാൻ വേണ്ടിയിട്ട് പാലിൽ വിഷം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ലൈച്ചു സൈസൈയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ആ പാലിൽ മീനിട്ട് തിളപ്പിച്ച് സൈസൈക്ക് കഴിക്കാൻ കൊണ്ടുവന്ന് കൊടുത്തു. കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വിഷമുള്ള പാലാണെന്ന് മനസ്സിലായത്. അവൻ പോകുന്നിടത്ത് മുഴുവനായിട്ട് അപ്പിയിട്ട് വെച്ചേക്കാണ്. അങ്ങനെ ആ ഒരു പണിയും പാളിപ്പോവാണ്. അന്ന് രാത്രിയിൽ പുറത്തിരുന്ന് വയറുവേദനയൊക്കെ എടുത്ത് കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വീട്ടിലേക്ക് 2 കള്ളന്മാർ വരുന്നത് സൈസൈ ശ്രദ്ധിക്കുന്നത്. ശബ്ദം കേട്ട് നമ്മുടെ ലൈച്ചുവും സൗലങ്ങും പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് 2 കള്ളന്മാര് അവിടെ ഇരുന്ന് കപ്പ് നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ 4 പേരെയും കള്ളന്മാര് പിടിച്ചു കെട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സൗലങ് പറഞ്ഞു, ഞാൻ മിനിഞ്ഞാന്ന് വാങ്ങിയ എന്റെ ചെരുപ്പിരിപ്പുണ്ട്, ഈ വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം അതാ, നിങ്ങൾ വേണമെങ്കിൽ അത് കൊണ്ടോക്കോ, ഞങ്ങളെ വെറുതെ വിട്ടേക്കാവോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സൈഡിൽ നിന്നിരുന്ന സൈസൈയോട് ലൈച്ചുവും യോയോവും പറഞ്ഞു, നീ പെട്ടെന്ന് അവിടെ നിന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഇവന്മാര് നിന്നെ അടിക്കുമെന്ന്. ഈ മനുഷ്യന്മാർക്ക് അവരുടെ പ്രശ്നമൊന്നുമല്ല, എനിക്കെന്തെങ്കിലും അപകടം പറ്റുമെന്നാണല്ലോ പേടി എന്നോർത്ത് അവരോട് സ്നേഹം തോന്നിയ സൈസൈ ആ കള്ളന്മാരെ അടുത്തേക്ക് വിളിച്ച് ഒരൊറ്റ ഇടി അങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ കുടുംബത്തെ കള്ളന്മാരിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ അവനോടുള്ള അവരുടെ സ്നേഹം അങ്ങനെ കൂടി വരികയായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ സൈസൈയെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അവർ ചെയ്യുന്നു. ആ ഇടയ്ക്കാണ് യൗയവിന്റെ സ്കൂളിലെ ഒരു ക്ലാസ് ടെസ്റ്റിൽ അവൾ തോറ്റു പോകുന്നത്. പിറ്റേ ദിവസം അമ്മയെ വിളിച്ച് വരാനായിട്ട് ടീച്ചർ പറഞ്ഞു. നമ്മുടെ യൗയവ് ആവട്ടെ സൈസൈയെ അമ്മയുടെ വേഷവും കെട്ടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ടീച്ചർ മുഖത്ത് കിടക്കുന്ന മാസ്ക് കണ്ട്, ഇതെന്താ നിന്റെ അമ്മ ഇത്ര വലുതായിരിക്കുന്നേ, ആ മാസ്ക് എങ്കിലും ഒന്ന് മാറ്റാവോ എന്ന് ചോദിക്കുമ്പോൾ സൈസൈയുടെ മാസ്ക് എടുത്ത് അവള് മാറ്റിക്കൊടുത്തു. അവൻ ഒറ്റ തുമ്മലായിരുന്നു. അതോടെ ഈ ടീച്ചർ പേടിച്ചുപോയി. എന്നിട്ട് ഇതിങ്ങനെ ചാടി പോകുന്നത് കണ്ടപ്പോൾ, മോള് പഠിക്കാത്തതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനത്തെ അമ്മയല്ലേ മോൾക്കുള്ളത്, മോൾ എങ്ങനെ ഈ അമ്മയെ സഹിക്കുന്നു എന്നൊക്കെ ചോദിച്ച് ചീത്ത പറയാനായിട്ട് ടീച്ചറെ വിളിച്ചെങ്കിലും യൗയവിനെ സമാധാനിപ്പിക്കുവാണ് ആ ടീച്ചർ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് സൗലങ്ങും സൈസൈയും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഗ്രൗണ്ടിലൊക്കെ പോകുന്നതാണ്. ഇവനെ മാക്സിമം ഇട്ട് കളിപ്പിക്കാനും അതുപോലെ ആ കുടുംബത്തിൽ അത്രയും നാളുണ്ടാവാതിരുന്ന ആ ഒരു സന്തോഷം എല്ലാം തന്നെ സൈസൈയുടെ കാരണമാണ് വരുന്നത്. ഒരു ദിവസം സൗലങ് നമ്മുടെ യൗയോനെ വിളിക്കാനായിട്ട് സ്കൂളിലേക്ക് വന്നപ്പോഴാണ് അവളുടെ PT ടീച്ചർ സൗലങ്ങിനെ കാണുന്നത്. നിങ്ങൾ ആ ഫുട്ബോൾ കളിക്കാരനല്ലേ, എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതാ എന്നൊക്കെ പറയുമ്പോൾ, 2 മക്കളുടെ തന്തപ്പിടിയാണ് ഞാൻ, നിങ്ങളൊന്ന് മാറിപ്പോയ പെണ്ണുമ്പിള്ളെ എന്ന് പറഞ്ഞിട്ട് സൗലങ് അവിടെ നിന്ന് ഒഴിവാവുന്നു.
വീട്ടിലാവട്ടെ സൗലങ് പൈസ കടം കൊടുത്ത് തിരിച്ചു തന്നില്ല എന്നും പറഞ്ഞിട്ട് രണ്ടുപേര് വന്ന് ഇവരുടെ വീടിന്റെ പുറത്ത് നോട്ടീസ് ഒട്ടിച്ചപ്പോൾ ലൈച്ചു അവരെ പിടിച്ച് നല്ല ഇടിയും കൊടുത്ത് മുഖത്ത് ചമ്മന്തി ഒഴിച്ചു കൊടുത്തു. ശേഷം വീട്ടിലേക്ക് വന്ന സൗലങ്ങിനെ ഇട്ട് ഇടിക്കുകയാണ്. സാധാരണ എപ്പോഴും ലൈച്ചുവും സൗലങ്ങും കൂടെ പ്രശ്നം ഉണ്ടാവുമ്പോൾ ഈ പ്രശ്നം തീർക്കാനായിട്ട് സൗലങ് ലൈച്ചുവിനെ കിസ് ചെയ്യാറാണ് പതിവ്. ഇത്തവണയും അങ്ങനെ തന്നെ ചെയ്ത് ആ പ്രശ്നം ഒഴിവാക്കി വിടുകയാണ്. അന്നേരത്താണ് യൗചോ സൈസയുടെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നു. അത് കയറി വൈറലായത്. അങ്ങനെ സൈസയെ പറ്റി എല്ലാവരും അറിഞ്ഞു. ഇവരെ കുടുംബത്തോടെ പരസ്യങ്ങൾക്കായിട്ട് ക്ഷണിക്കുകയാണ്, സൈസയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മാസം കൊണ്ട് ഈ ഫാമിലി കത്തിക്കയറി അങ്ങ് ഫേമസ് ആയി. എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ടൗണിൽ ഇറങ്ങിയാലും ഒക്കെ തന്നെ സൈസയെ കാണാനായിട്ടും അതുപോലെ അവന് വേണ്ടിയിട്ടുള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സിനിമ വരെ നമ്മുടെ സൈസയും അതുപോലെ ഈ കുടുംബവും ചെയ്യുന്നുണ്ട്. ഇതെന്തിന്റെയാണെന്ന ഒരു പൊട്ടാറ്റോ ബിസ്ക്കറ്റിന്റെ ആഡ് കേട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബോക്സിങ്ങിനിടയിൽ സൈസയുടെ കയ്യിൽ നിന്ന് നമ്മുടെ സൗലങ്ങിന് അടികിട്ടി അവന് പരിക്ക് പറ്റിയാണ്. നമ്മുടെ സൈസയ്ക്ക് നല്ല വിഷമായി. അവന്റെ കാരണമല്ലേ തന്റെ സാറിന് ഈ പരിക്ക് പറ്റിയതെന്ന് ഓർത്ത് സങ്കടപ്പെടുകയാണ്. മനുഷ്യന്മാരല്ല പുള്ളെ, അതൊക്കെ തന്നെ പെട്ടെന്ന് മാറി. അങ്ങനെ ഒരു ദിവസം നമ്മുടെ സൗലങ്ങി പരിക്കൊക്കെ മാറിയിട്ട് ഒരു ദിവസം കഫേയിൽ ഇരിക്കുമ്പോൾ 3 ആൾക്കാർ അവിടേക്ക് വന്ന് ഒരു ട്രഷർ ഹണ്ടിന്റെ മാപ്പ് ഉണ്ട്. ശരിക്കും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളൊക്കെ ഉണ്ട്. ഈ മാപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ 3 ലക്ഷം തരണം എന്ന് പറയുന്നു. സൗലങ് ആവട്ടെ നമ്മുടെ യൗയവിന്റെ കാലിന്റെ സർജറിക്ക് എടുത്തു വെച്ച പൈസ ബാങ്കിൽ നിന്ന് റിട്രീവ് ചെയ്തിട്ട് അത് ഇവർക്ക് കൊടുക്കാൻ പോയി. ഇക്കാര്യം ലൈച്ചു അറിയാണ്. ലൈച്ചു മകനോട് ചോദിച്ച് അച്ഛനിപ്പോ എവിടെയാണെന്നുള്ള ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് അവിടേക്ക് ചെല്ലുന്നു. ഈ കഫേയിലാവട്ടെ നേരത്തെ നമ്മൾ പരിചയപ്പെട്ട യൗയവിന്റെ PT ടീച്ചറും കൂടി ഉണ്ടായിരുന്നു. അവിടേക്ക് നമ്മുടെ ലൈച്ചു വന്ന് ഈ പൈസ വാങ്ങുന്നതിന് മുൻപായിട്ട് അവന്മാർ ഈ പൈസയും കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോഴാണ് TV-യിൽ അവർ 3 പേരും കള്ളന്മാരാണ് എന്നുള്ള ന്യൂസും വന്നു പോകുന്നത്. ലൈച്ചുവും യൗയവും എല്ലാവരും ഓടിയിട്ട് ഇവന്മാരെ പിടിക്കാൻ നോക്കിയിട്ടും പറ്റിയില്ല. അവന്മാർ ആ പൈസ എടുത്തോണ്ട് പോയി. അത്രയും നാള് ലൈച്ചുവുമായിട്ടുള്ള വഴക്ക് പുള്ളിക്കാരൻ ഒരു കിസ്സിൽ തീർക്കുമായിരുന്നെങ്കിൽ ഇത്തവണ അത് നടന്നില്ല. തന്നെ കൊണ്ട് എനിക്ക് വലിയ ഉപദ്രവമാണ്, നഷ്ടം മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്റെ മക്കളെയും വിളിച്ചുകൊണ്ട് ലൈച്ചു ഇവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. പാവം സൗലങ്ങിന് ഒരുപാട് വിഷമം തോന്നി. അന്ന് സൈസൈ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. തന്റെ മക്കളും ഭാര്യയും എന്തെടുക്കായിരിക്കും? അങ്ങനത്തെ കാര്യമൊക്കെ ഓർത്ത് അയാൾ ഇങ്ങനെ സങ്കടപ്പെടാനായിട്ട് തുടങ്ങി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അയാൾ കരഞ്ഞുകൊണ്ടിരുന്നത്. പിറ്റേ ദിവസം ആവട്ടെ നമ്മുടെ യൗയവ് സൗലങ്ങിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നു. അവിടെ സൈസയെ കണ്ടപ്പോൾ അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കറിയാണ്. എന്നാൽ സൗലങ് ആവട്ടെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടും നടക്കുന്നില്ല. പുള്ളി ഫുൾ ടൈം ബാറിലുമാണ്. യൗയവിന്റെ റിലേ കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് അമ്മേ നിങ്ങൾ വരാമോ എന്ന് അവൾ ചോദിക്കുന്നു. നിന്റെ അച്ഛൻ അവിടേക്ക് വരില്ലേ? അതുകൊണ്ട് ഞാൻ അവിടേക്ക് വരില്ല എന്ന് തറപ്പിച്ചു പറയാണ് ലൈച്ചോ. എന്നാൽ സൗലങ്ങിന് എങ്ങനെ എന്ത് ചെയ്തിട്ടും കുടുംബത്തെ തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. സൈസൈ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. താൻ ഇത്രയ്ക്കധികം ഹാപ്പി ആയത് ആ ഒരു ഫാമിലി കാരണമാണ്. അപ്പോൾ ആ ഫാമിലിയുടെ സന്തോഷം തിരികെ കൊണ്ടുവരാനായിട്ട് താനും ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ സൈസൈയും ചിന്തിച്ചു തുടങ്ങി. അവൻ ഈ ഭൂമിയെ തന്നെ കീഴ്പ്പെടുത്താനായി വന്നതാ, പക്ഷെ ഇപ്പൊ എന്ത് നടക്കുന്നു എന്ന്. അങ്ങനെ ഇരിക്കെ സൈസൈക്ക് അവന്റെ ആ ഒരു ഉപകരണം തിരിച്ചു കിട്ടുന്നുണ്ട്. ഇപ്പൊ യൗയവിന്റെ റിലേ കോമ്പറ്റീഷൻ നടക്കാൻ പോകുവാണ്. അമ്മയെയും അച്ഛനെയും കാണാഞ്ഞ് അവള് വളരെയധികം വിഷമത്തിലാണ്. അവിടെ നിന്ന് കണ്ടുമുട്ടിയിട്ടും ഇവര് 2 പേരും കൂടി മുട്ടനിട്ട് നടത്തുന്നു. അമ്മയുടെയും അച്ഛന്റെയും കാര്യമോർത്ത് ഗ്രൗണ്ടിലൂടെ ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ യൗയവ് ഒരൊറ്റ വീഴ്ചയായിരുന്നു. ഇവർ 2 പേരും ഓടി വന്ന് അവളെ പിടിച്ചപ്പോ നിങ്ങൾ 2 പേരും ഒന്നിച്ചിരിക്കുന്നതാ എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് യൗയവ് കരച്ചിലായി. അങ്ങനെ സൗലങ്ങിനും ലൗച്ചുവിനും തന്റെ തെറ്റ് മനസ്സിലായിട്ട് അവർ പരസ്പരം ഒന്നുചേരുകയാണ്. അന്നേരത്ത് സൈസൈ ഈ കുടുംബത്തെ അടുത്ത് വിളിച്ച് അവന്റെ രഹസ്യം തുറന്നു പറഞ്ഞു. ഞാൻ മ്യാവു എന്ന് പറയുന്ന ഗ്രഹത്തിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ്. എന്നാ ഈ ഭൂമി കീഴടക്കാൻ വന്ന എന്നെ മനസ്സ് നിങ്ങൾ മാറ്റിക്കളഞ്ഞു. നിങ്ങളുടെ സ്നേഹമെല്ലാം കണ്ട് എനിക്കൊന്നും ചെയ്യാനായി തോന്നിയില്ല. പകരം നിങ്ങളോടൊപ്പം നിൽക്കാൻ തോന്നി. എന്നാൽ ഈ സത്യം ഞാൻ വെളിപ്പെടുത്തിയില്ലേ? ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോകുക. ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാം. ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ പറ്റിയിട്ടുള്ള ഒരു ഓർമ്മയും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല എന്ന് സൈസൈ പറയുന്നു. യൗയ അന്നേരം പറഞ്ഞു, എന്റെ കോമ്പറ്റീഷൻ കൂടി കണ്ടിട്ട് നിങ്ങൾ പോയാൽ മതിയെന്ന്. റിലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമാണ് നമ്മുടെ യൗയോ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവളുടെ കാലിൽ ഘടിപ്പിച്ചിട്ടുള്ള ആ ഒരു സംവിധാനം പൊട്ടിപ്പൊടിഞ്ഞു വീണപ്പോ സാധാരണ ഒരു കുട്ടി ഓടുന്നത് പോലെ ഒരു പ്രശ്നമില്ലാതെ യൗയവിന് ഓടാൻ പറ്റുന്നുണ്ടായി. എല്ലാവരും ഇത് കണ്ട് സന്തോഷിച്ചെങ്കിലും യൗയവിന് മനസ്സിലായി സൈസൈ തന്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് യൗയവിന് ഇങ്ങനെ ഓടാനായിട്ട് സാധിക്കുന്നതെന്ന്. അന്നേരം തന്നെ പെട്ടെന്ന് അവിടെ ഒരു കാറ്റ് വരികയാണ്. ഒരു പുകമറയും വരുന്നുണ്ട്. ആ ഒരു പുകമറ മറഞ്ഞപ്പോഴേക്ക് സൈസൈ അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോവുകയാണ്. ഇവിടെയുള്ള എല്ലാവർക്കും അവനെ പറ്റിയിട്ടുള്ള ഒരു ഓർമ്മയും ഇനി ഉണ്ടാവില്ല.
തിരിച്ചെത്തിയ സൈസൈ അവന്റെ രാജാവിനോട് പറഞ്ഞു, മലിനീകരണം മൂലവും അവിടുത്തെ ആൾക്കാരുടെ വൃത്തികെട്ട സ്വഭാവം മൂലവും അവിടെ ജീവിക്കാനേ കൊള്ളത്തില്ല. നമുക്ക് ആ ഗ്രഹം ഒരിക്കലും ഇനി കീഴ്പ്പെടുത്തേണ്ട എന്ന്. എന്നിട്ട് തന്റെ ഓർമ്മകൾ ഒന്നും പോവാതിരിക്കാൻ വേണ്ടി ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഈ ഗ്രഹത്തിൽ നമ്മുടെ സൈസൈ ജീവിച്ചിരുന്നത്. തന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് ഒന്നുകൂടി തിരികെ പോകാനായിട്ടുള്ള ആഗ്രഹം സൈസൈക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാണ് പട്ടികളുടെ ഗ്രഹത്തിൽ നിന്ന് അവര് ഭൂമി വഴി പാസ് ചെയ്യുന്നുണ്ടെന്ന് സൈസൈ അറിഞ്ഞത്. അവരോടൊപ്പം നമ്മുടെ സൈസൈയും വീണ്ടും ഭൂമിയിലേക്ക് വരികയാണ്. എന്നിട്ട് അവന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോ അവർക്ക് ആർക്കും അവനൊരു ഓർമ്മയുമില്ല. എന്നാലും സാരമില്ല, ഇവരിപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് അവൻ അങ്ങനെ തിരിച്ചു പോരാൻ നേരത്ത് ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ സൈസയെ ഓർമ്മയുണ്ടായിരുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ നിന്നെ സ്നേഹിച്ചതേ ഹൃദയം കൊണ്ടാ, അങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ല. നിന്റെ ആ കുഞ്ഞു സ്പെല്ലിന് മറ്റുള്ളവരുടെ ഓർമ്മ നശിപ്പിക്കാൻ സാധിച്ചിരിക്കും, എന്നാ ഞങ്ങളുടെ ഓർമ്മ നശിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് സൈസയെ വിളിച്ചുകൊണ്ട് അവര് ആ വീടിന്റെ അകത്തേക്ക് പോകുന്ന ഒരു സീനോട് കൂടിയാണ് 2017 പുറത്തിറങ്ങിയ മ്യാവു എന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു ഫീൽ ഗുഡ് മൂവി അവസാനിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന പാഠവും ഇവർ അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഹൃദയം കൊണ്ട് സ്നേഹിക്കുക എന്ന് വെച്ചാല് അത് അത്രയ്ക്ക് പ്യുവർ ആയിരിക്കും. നമ്മൾ ട്രൂ ലവ് എന്ന് പറയില്ലേ, എന്ന് വെച്ചിട്ട് നമ്മള് ലവ് എന്ന് പറയുന്ന കണക്കാക്കുന്ന ആ ഒരു ഭാഗം അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ലോകത്ത് നമുക്ക് എന്തിനോട് വേണമെങ്കിലും സ്നേഹം തോന്നാം. ജീവൻ ഉള്ളത് എന്നല്ല, ജീവൻ ഇല്ലാത്തതിനോടും നമുക്ക് സ്നേഹം തോന്നാം. പക്ഷെ എല്ലാം ട്രൂ ലവ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുമ്പോഴാണ്. നമ്മൾ പറയുമല്ലേ, പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യണം, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് വേണം സ്നേഹിക്കാനായിട്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ തലച്ചോറിന്റെ പണിയാണ്. എന്നാൽ ഹൃദയം കൊണ്ടാവുമ്പോൾ അത് കൂടുതൽ ആത്മാർത്ഥത കാണും. അങ്ങനത്തെ സ്നേഹത്തിനെയാണ് നമ്മൾ ട്രൂ ലവ് എന്ന് പറയുന്നത്. അത് എത്ര തന്നെ നമ്മൾ വിട്ട് കളയണമെന്ന് ശ്രമിച്ചു കളഞ്ഞാലും ഒരിക്കലും നമുക്കതിന് സാധിക്കില്ല. അപ്പോൾ അതാണ് ഈ ഒരു കഥയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ സൈസയെ കൂട്ടുകാർക്ക് എന്ത് തോന്നി, ഇങ്ങനത്തെ ഒരു പൂച്ചക്കുട്ടിയെ അല്ലെങ്കിൽ ഒരു ഏലിയൻ പൂച്ചക്കുട്ടിയെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനെ കെയർ ചെയ്യാനായിട്ട് പോകുന്നത്? ജസ്റ്റ് അതൊക്കെ ഒന്നൊരു ഫണ്ണി ആയിട്ട് എടുത്ത് കമന്റ്സ് ആയിട്ട് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്തെങ്കിലും മനസ്സിലാവാതെ വന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ്സ് ആയിട്ട് അറിയിക്കുക. സോ നമുക്കെന്നാ അടുത്തൊരു അടിപൊളി മൂവി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയി തന്നെ ഇരിക്കാം. അപ്പോ ബൈ.